ഹലോ. എന്നെപ്പോലെ എളുപ്പത്തിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കുള്ള പുട്ട് ഒരുമിച്ച് നമുക്ക് ഒറ്റ പാത്രത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടിയാണ്, ഗോതമ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് അതിൽ ഇച്ചിരി വെള്ളമൊഴിച്ച് നമ്മൾ നോർമൽ പുട്ട് കുഴയ്ക്കുന്നത് പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ പാകം നോക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ നടുവിലത്തെ ഇതാണ് കേട്ടോ, മുകളിലത്തെ പോർഷനല്ല, മിഡിൽ പോർഷനാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് എടുക്കുക, നമ്മൾ നോർമൽ ചായ എടുക്കുന്ന ഒരു സ്റ്റീൽ കപ്പ് എടുക്കുക, സ്റ്റീൽ പാത്രം എടുക്കുക. ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഇടുന്നത് കേട്ടോ. കപ്പിൻ്റെ അടിയിൽ തേങ്ങയിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി, നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇടുക. എന്നിട്ട് അത് നിറഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗോതമ്പ് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഡ്ഡലി പാത്രത്തേക്ക് ചെറിയ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇഡ്ഡലി പാത്രം തുറന്നിട്ട് ഇതിലേക്ക് വെക്കുക. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയിട്ട് ഇച്ചിരി ഒന്ന് ഹാർഡായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. നമ്മളൊന്ന് കൊട്ടുന്നത് പോലെ ആ കുഴിയിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് 1, 2, ഇപ്പോൾ രണ്ടാമത്തെ വെക്കും, അത് കഴിഞ്ഞ് മൂന്നാമത്തെ, അങ്ങനെ നമുക്ക് 4 കുഴിയുള്ള തട്ടിലാണെങ്കിൽ 4 പുട്ട്. ഇത് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് 2, 3 പേർക്ക് മതി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ആക്കി വെച്ച് കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിൽ ഈ സ്റ്റീലിൻ്റെ കപ്പിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റയടിക്ക് 4 പേർക്കുള്ള പുട്ടുണ്ടാക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഒരു വർഷത്തോളമായി ഇങ്ങനെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് നോർമൽ പുട്ട് പോലെ തന്നെയാണ് വരിക. അപ്പോൾ ഒരു കഷ്ണം പുട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ പഴം കൂട്ടി കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ നമുക്ക് ആ പുട്ട് നല്ല സോഫ്റ്റായിട്ട് നോർമൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ വന്നു കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുന്ന പോലെ അതുപോലെ കറക്റ്റായിട്ട് കുഴയ്ക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പുട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.